It's never about the motorcycle or a brand. It's always about the rider. അതെന്താ മോനും അങ്ങനെ ഒരു ടോക്ക്? അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റൈഡേഴ്സിനെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് KTM ഇന്ത്യ അക്കാഡമി ഓഫ് സേഫ് റൈഡിംഗ് എന്നുള്ള പ്രോഗ്രാമുമായിട്ട് നമ്മുടെ കോളേജുകളെല്ലാം കയറിയിറങ്ങുന്നത്. അല്ല, കോളേജ് വന്നിട്ട് അവരിപ്പോൾ എന്നാ ചെയ്യാനാ? ഇന്നത്തെ കോളേജ് സ്റ്റുഡൻസ് ആണല്ലോ നാളത്തെ റൈഡേഴ്സ്. അപ്പം കതിരിന്മേൽ വള്ളം വെക്കാണ്ട് റൂട്ടിൽ നിന്ന് തന്നെ അവരെ സ്ട്രോങ് ആക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് KTM ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് TKM കോളേജ് കൊല്ലത്താണ്. ഇവിടെ നമ്മുടെ റിയൽ വേൾഡിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒബ്സ്റ്റക്കിൾസും അതുപോലുള്ള സിനേറിയസും ഒക്കെ തന്നെ ഇവർ കോൺസ് യൂസ് ചെയ്തിട്ട് ഒരു ട്രാക്ക് സെറ്റ് ചെയ്ത് അതിലാണ് കുട്ടികളെ എങ്ങനെ സേഫായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും മോട്ടോർ സൈക്കിൾസ് ഓടിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല റൈഡിംഗ് ഗിയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ അവർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ വിഷനും അതുപോലെ തന്നെ ത്രോട്ടിൽ ഹാൻഡിലിംഗ്, ക്ലച്ച് ഹാൻഡിലിംഗ്, ഇത് 3 മെയിൻ ഫാക്ടേഴ്സ് ആണ്. ട്രാക്കിൽ ഓടിക്കേണ്ട രീതിയിലല്ല റോഡിൽ ഓടിക്കേണ്ടത്. ബാക്ക് ബ്രേക്ക് നല്ലോണം യൂസ് ചെയ്താൽ കിഡാവാൻ ചാൻസ് ഉണ്ട്, ബാലൻസ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരു ബാഡ് റൈഡർ ആണെങ്കിൽ ബൈക്ക് നമ്മുടെ വണ്ടിയും ബാഡ് ആയിരിക്കും. നമ്മളൊരു ഗുഡ് റൈഡർ ആണെങ്കിൽ നമ്മുടെ ബൈക്കും അതിന്റെ ഇരട്ടി ഗുഡ് ആയിരിക്കും. എഞ്ചിൻ ബ്രേക്കിംഗ് ഒരു ക്രാഷ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ എഞ്ചിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കരുത്. കാരണം ക്ലച്ച് പിടിച്ചാൽ ഡിസെൻഗേജ് ആയി വണ്ടി പിന്നെയും മുന്നോട്ട് പോകാനേ സാധ്യതയുള്ളൂ. മിക്കവാറും ബാക്ക് ബ്രേക്കിന് പ്രാധാന്യം എന്ന് പറയും, പക്ഷേ ഫ്രണ്ട് ബ്രേക്കാണ് അതിൻ്റെ 70% ഫ്രണ്ട് ബ്രേക്കും 30% ബാക്ക് ബ്രേക്കാണെന്നൊക്കെ പറഞ്ഞത്. സാറിനോട് കുറേ സംശയങ്ങൾ ചോദിക്കാൻ പറ്റി. എൻ്റെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. കാര്യം ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. അങ്ങനെ അപ്പോൾ സാർ പറഞ്ഞില്ല, ഫ്രണ്ട് ബ്രേക്കാണ് ഏറ്റവും പ്രധാനം. റോഡിൽ ഓടിക്കുമ്പോൾ നമ്മളെപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ ഓടിക്കണം. നമുക്ക് ചെയ്യാനുള്ള കഴിവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതുപോലെ ട്രാക്കിൽ വേണം കാണിക്കാനെന്ന് സാർ പറഞ്ഞു. അപ്പം നമ്മുടെ സേഫ്റ്റി മാത്രമല്ല, റോഡിൽ പോകുന്നവരുടെ സേഫ്റ്റിയോടെ നോക്കണം. ഹലോ എവരിവൺ, എൻ്റെ പേര് ആൽബിൻ ആണ്. ഞാൻ KTM ഗസ്റ്റോ റേസിംഗ് ഇന്ത്യയിലെ എക്സ്പേർട്ട് റൈഡർ ആണ്. അതുപോലെ തന്നെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. മോട്ടോർ സൈക്കിൾ എല്ലാവർക്കും ഓടിക്കാൻ അറിയുന്നതാണ്. എന്നിരുന്നാലും അതിലെ കുറെ ടെക്നിക്സ് ആൻഡ് സ്കില്ല് വെച്ചിട്ട് എങ്ങനെ ഓടിക്കാം, അതിനോടൊപ്പം തന്നെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മോട്ടോർ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം അനുസരിച്ചിരിക്കും ഒരു മോട്ടോർ സൈക്കിളിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. നമ്മളാണ് മാറേണ്ടത്, അല്ലാണ്ട് ഒരു ബ്രാൻഡിന് കുറ്റം പറഞ്ഞിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ബ്ലെയിം ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ആ ഒരു ഇൻസിഡന്റ് വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള മെഷർമെന്റ്സ് എടുക്കുന്നതാണ് ഒരു വലിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വലിയ സ്റ്റെപ്പാണ് KTM ഇവിടെ എടുത്തിരിക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഇവന്റിനെ പറ്റി തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജിൽ ഇത് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിങ്ങളുടെ കോളേജിന്റെ പേരൊന്ന് കമന്റ് ചെയ്യുക.